അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വബഅദ്. പ്രാർത്ഥനയുടെ 20ഓളം മര്യാദകളാണ് നാം പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ആരെയും കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. 2, മനസ്സാന്നിധ്യമുണ്ടാകണം, അഥവാ അശ്രദ്ധമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കിട്ടുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനസ്സാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. 3, ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. 4, ശുദ്ധി ഉണ്ടായിരിക്കൽ, അഥവാ വുളുവോടുകൂടിയായിരിക്കൽ വളരെ നല്ലതാണ്, നിർബന്ധമല്ലെങ്കിലും. 5, ഖിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ ഉത്തരം ലഭിക്കുന്നതാണ്. നബിചര്യയിൽ നമുക്കത് കാണാൻ സാധിക്കും. 6, കൈകൾ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. കാരണം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അള്ളാഹു അതിനെ തട്ടിക്കളയുകയില്ല. കൈകൾ ഉയർത്തുക. 7, ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദുആ തുടങ്ങുക. അങ്ങനെ തുടങ്ങിയാൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്നതാണ്. 8, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ എടുത്തു പറയുക. ഉദാഹരണത്തിന്, റഹ്മാനായ റബ്ബേ നീ എന്നോട് കരുണ കാണിക്കണേ, ഗഫൂറായ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ എന്നിങ്ങനെ. 9, ആവർത്തിച്ച് ദുആ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ദുആ തന്നെ 2ഉം 3ഉം തവണ ചോദിക്കൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. 10, ശബ്ദം അധികം ഉയർത്താതിരിക്കുക. നമ്മളും നമ്മുടെ റബ്ബും കേൾക്കുന്ന രൂപത്തിലായിരിക്കണം പ്രാർത്ഥന, വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുക. 11, വാക്കുകൾ ചുരുക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം. 12, ഉത്തരം കിട്ടുമെന്ന ഉറപ്പുണ്ടാവണം. യഖീനോടുകൂടി പ്രാർത്ഥിക്കണം. അതല്ലാതെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്കല്ല പ്രാർത്ഥിക്കേണ്ടത്. 13, ധൃതി വെക്കാതിരിക്കൽ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയാതെ പ്രാർത്ഥിക്കണം. എങ്കിൽ അള്ളാഹു ഒരു നാൾ ഉത്തരം നൽകുന്നതാണ്. 14, നമ്മൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അടുത്ത ആളുകൾക്കും. ആദ്യം നമുക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 15, ദുആ ചെയ്തു കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ സുന്നത്താണ്. 16, നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടു നിന്നാലേ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഹറാമുകൾ ഒഴിവാക്കണം. 17, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 18, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം. 19, നല്ല അവസ്ഥകളിലും പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നല്ല അവസ്ഥകളിലും പ്രാർത്ഥന വർദ്ധിപ്പിച്ചാൽ പ്രയാസഘട്ടത്തിൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കും. 20, നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും ഉത്തരം ലഭിക്കുന്നതാണ്. ഈ 20 മര്യാദകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ധാരാളം ലഭിക്കുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.